KTU 2019 സ്കീം കമ്പ്യൂട്ടർ സയൻസ് S3-ലെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സിലെ മൊഡ്യൂൾ 1-ൻ്റെ തിയറിയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് ലോജിക്കൽ കണക്റ്റീവ്സ്. ലോജിക്കൽ കണക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ലോജിക്കൽ കണക്റ്റീവ്സ്. അത് ബേസിക് കണക്റ്റീവ്സും ഉണ്ട്, ഡിറൈവ്ഡും ഉണ്ട്. അതിൽ ബേസിക് കണക്റ്റീവ്സ് തന്നെ ഒരു 5 ടൈപ്പാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വണ്ണാണ് നെഗേഷൻ, ദെൻ കൺജക്ഷൻ, ഡിസ്ജങ്ഷൻ, കണ്ടീഷണൽ ആൻഡ് ബൈ കണ്ടീഷണൽ. അതിൽ നെഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ കോംപ്ലിമെൻറ്റിനാണ് നമ്മൾ നെഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ വാല്യൂ ഒന്നുകിൽ ട്രൂ ആയിരിക്കാം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ പിയുടെ വാല്യൂ ട്രൂ ആണെങ്കിൽ കോംപ്ലിമെൻറ്റ് ഫോൾസ് ആയിരിക്കും. പിയുടെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ ട്രൂ ആയിരിക്കും. അതാണ് നെഗേഷൻ ഓർ നോട്ട് ഗേറ്റ്. കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം, അതാണ് പിയും ക്യൂവും. രണ്ട് പേരായതുകൊണ്ട് അതിൻ്റെ ഫുൾ കോമ്പിനേഷൻസ് 4 കേസസ് വരും. ട്രൂ ട്രൂ, ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂവും, ഫോൾസ് ഫോൾസ്. അപ്പോൾ ആൻഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് എന്താ പ്രത്യേകത? രണ്ടും ട്രൂ വരുമ്പോൾ മാത്രം റിസൾട്ട് ട്രൂ ആയിരിക്കും, ബാക്കിയൊക്കെ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഓർ ഓപ്പറേഷനാണ്. അപ്പോൾ പിയും ക്യൂവും അതിൻ്റെ ഫുൾ കോമ്പിനേഷൻസ് എഴുതി. ഓറിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ എന്ന റിസൾട്ട് ട്രൂ ആയിരിക്കും, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് വരുമ്പോൾ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. അടുത്തത് കണ്ടീഷണൽ ഓർ ഇംപ്ലിക്കേഷൻ. ഇഫ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് അതിൻ്റെ ജനറൽ ഫോർമാറ്റ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂവും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ്. അതായത് ട്രൂവിൽ നിന്ന് ഫോൾസിലേക്ക് വന്നാൽ റിസൾട്ട് ഫോൾസ് ആയിരിക്കും, ബാക്കിയൊക്കെ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ബൈ കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും സെയിം വരുമ്പോൾ റിസൾട്ട് ട്രൂ ആയിരിക്കും. അതായത് പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ റിസൾട്ട് ട്രൂ, പിയും ക്യൂവും ഫോൾസ് വന്നാലും റിസൾട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇതാണ് ബേസിക് കണക്റ്റീവ്സ്. ഇനി ഇതിൽ നിന്ന് നമ്മളായിട്ട് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ആൾക്കാരാണ് ഡിറൈവ്ഡ് കണക്റ്റീവ്സ്. അതൊരു 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വണ്ണാണ് നാൻഡ്. നാൻഡ് എന്ന് പറഞ്ഞാൽ ആൻഡിൻ്റെ നോട്ടാണ്. അപ്പോൾ ആൻഡിൻ്റെ ട്രൂ ടേബിൾ നേരത്തെ പറയുള്ളൂ, അതിൻ്റെ തന്നെ കോംപ്ലിമെൻറ്റ്. ഇനി നോർ എന്ന് പറഞ്ഞാൽ ഓറിൻ്റെ നോട്ട്, അപ്പോൾ ഓറിൻ്റെ കോംപ്ലിമെൻറ്റ് എഴുതാം. എക്സോർ എന്ന് പറഞ്ഞാൽ ബൈ കണ്ടീഷണലിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ബൈ കണ്ടീഷണൽ നമ്മൾ പറഞ്ഞു രണ്ടും സെയിം വന്ന റിസൾട്ട് ട്രൂ അല്ലേ. അത് എക്സോറിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും? രണ്ടും സെയിം വരുമ്പോൾ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. അങ്ങനെ ഒരു 8 ട്രൂ ടേബിൾസ് നമ്മൾ പഠിച്ചു വയ്ക്കുന്നത്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ പ്രോബ്ലംസ് ഫുള്ള് വർക്കൗട്ട് ചെയ്തത് കേട്ടോ. പിന്നെ 2 സ്റ്റേറ്റ്മെൻറ്റും കൂടെയുണ്ട്, 2 ട്രൂ ടേബിൾസും കൂടെയുണ്ട്. അതാണ് ടോട്ടോളജി ആൻഡ് കോൺട്രാഡിക്ഷൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിയും അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നെഗേഷൻ പി. അത് രണ്ടും ഓർ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എപ്പോഴും എന്ത് വരുള്ളൂ? ട്രൂ വരുള്ളൂ. അങ്ങനെ റിസൾട്ട് എപ്പോഴും ട്രൂ ആണെങ്കിൽ നമ്മളതിനെ ടോട്ടോളജി ഓർ കൺസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ കോംപ്ലിമെൻറ്റും ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻകൺസിസ്റ്റൻറ്റ് ഓർ കോൺട്രാഡിക്ഷൻ. അടുത്തത് ഇൻഫറൻസ് തിയറി. ഇൻഫറൻസ് തിയറിയിൽ 2 റൂളാണുള്ളത്, റൂള് പിയും റൂള് ടി. ക്വസ്റ്റിൽ നമുക്ക് തരുന്ന പ്രിമൈസസ് നമ്മൾ ജനറലി പറയുന്ന പേരാണ് റൂള് പി. അതിൽ നിന്ന് നമ്മളായിട്ട് ഡിറൈവ് എടുക്കുമ്പോൾ അവരെ റൂള് ടി എന്ന് പറയും. പിന്നെ കുറച്ച് ലോസ്. പിയും പി ഇംപ്ലൈസ് ക്യൂ വരികയാണെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് ക്യൂ ആയിരിക്കും, അതാണ് മോഡ് എക്സ്പോണൻസ് ലോ. ഇനി നെഗേഷൻ ക്യൂവും പി ഇംപ്ലൈസ് ക്യൂ വരികയാണെങ്കിൽ അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നെഗേഷൻ പി ആയിരിക്കും, അതാണ് മോഡസ് ടോളൻസ്. അങ്ങനെ കുറച്ച് 4 ഇക്വേഷൻസ്. ഈ 4 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഇൻഫറൻസ് തിയറിയുടെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തത് കേട്ടോ. അടുത്ത ലോ ആണ് ക്വാണ്ടിഫയേഴ്സ്. ക്വാണ്ടിഫയേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, യൂണിവേഴ്സലും ഉണ്ട്, എക്സിസ്റ്റൻഷ്യലും ഉണ്ട്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഫോർ ഓൾ എക്സ്, എല്ലാവർക്കും ബാധകമായിരിക്കും. എക്സിസ്റ്റൻഷ്യൽ എന്ന് പറഞ്ഞാൽ ദർ എക്സിസ്റ്റ് എക്സ്. ഇപ്പോൾ എക്സിന് ഒരു 5 വാല്യൂ ഉണ്ടെങ്കിൽ 5 പേരും സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല, അതിൽ ആരെങ്കിലുമൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ തന്നെ അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് നമ്മൾ ഇക്വേഷൻസ് മാത്രമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 4 റൂൾസ്, ബേസിക് റൂൾസാണ് നമ്മൾ താഴെ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ലോജിക്കൽ ഇക്വാലൻസസ് ഓർ ഇക്വാലൻസ് റൂൾസ്. ഇത് ബേസിക് ആയിട്ടുള്ള കുറേ ലോസാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിരുന്നു. ഇത് ജനറൽ എല്ലാവരും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള ആൾക്കാർ എടുത്തിട്ടാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പ്രോബ്ലം ചെയ്യുന്നത്. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ഐഡംപൊട്ടൻറ്റ് ലോ ആണ്. പി ആൻഡ് പി എന്ന് പറഞ്ഞാൽ റിസൾട്ട് പി ആയിരിക്കും, പി ഓർ പി വന്നാലും റിസൾട്ട് പി. അതിനാണ് നമ്മൾ ഐഡംപൊട്ടൻറ്റ് ലോ എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് ബേസിക് ലോസ് ആണ്, അത് ജസ്റ്റ് ഒന്ന് നോക്കിയിടുക. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്, നമുക്കത് തിയറിറ്റിക്കലി ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന പ്രോബ്ലമാണ്. എക്സ്പ്രസ് ദി നെഗേഷൻ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഇംഗ്ലീഷ് യൂസിങ് ക്വാണ്ടിഫയേഴ്സ്. അപ്പോൾ അതിൽ എ ബി എന്ന് പറയുന്ന 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ ടീച്ചർ ഈസ് ആബ്സെൻറ്റ് ദെൻ സം സ്റ്റുഡൻറ്റ് ഡു നോട്ട് കീപ് ക്വൈറ്റ്, ബി ഓൾ ദ സ്റ്റുഡൻറ്റ്സ് കീപ് ക്വൈറ്റ് ആൻഡ് ടീച്ചർ ഈസ് പ്രസൻറ്റ്. നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത സെയിം ടൈപ്പ്. നമ്മൾ ആദ്യമേ ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കുക, എത്ര സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് നോക്കുക, ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും ഓരോ വാരിയബിൾസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫസ്റ്റ് ഞാൻ പ്രസൻസ് ഓഫ് ടീച്ചറിനെ ടി എന്നും എക്സ് കീപ്സ് ക്വൈറ്റ് ക്യൂ ഓഫ് എക്സ് എന്നും സെറ്റ് ചെയ്തു. ഇനി നമ്മൾ എയുടെ ആൻസറാണ് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ടീച്ചർ ഈസ് ആബ്സെൻ്റ് അല്ലേ, നമ്മൾ ടി എടുത്തിരിക്കുന്നത് പ്രസൻസ് ഓഫ് ടീച്ചർ അല്ലേ.
അപ്പോൾ ആബ്സെൻ്റ് ആയതുകൊണ്ട് എന്ത് ഇട്ട് കൊടുക്കണം? നെഗേഷൻ ടി. ഇനി ഇഫ് ദെൻ ഇംപ്ലൈസ് അല്ലേ, അപ്പോൾ നമ്മൾ ഇംപ്ലൈസ് എഴുതി. ഇനി സം സ്റ്റുഡൻ്റ് എന്നല്ലേ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും ബാധകമല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ദർ എക്സിസ്റ്റ് യൂസ് ചെയ്യാം. ദെൻ ഡു നോട്ട് കീപ് ക്വൈറ്റ് ആണ്, അപ്പോൾ എന്ത് കൊടുക്കണം? നെഗേഷൻ ക്യൂ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ. ദെൻ അതിൻ്റെ കൺക്ലൂഷൻ. അതുപോലെ തന്നെ ബിയും വർക്കൗട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ്, അത് എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണിത്.